കൂട്ടുകാരെ, കോട്ടയം ഭാഗത്തു നിന്നും നമ്മൾ കുമളിയിലേക്ക് പോകുമ്പോൾ കുട്ടിക്കാനത്തെത്തുന്നതിന് 6 കിലോമീറ്റർ മുമ്പ് മുറിഞ്ഞുപുഴ എന്ന സ്ഥലത്തു നിന്നും 4 കിലോമീറ്റർ ദൂരം വലത്തോട്ട് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നെന്റെ യാത്ര. പാഞ്ചാലിമേട്. 4 കിലോമീറ്റർ ചെല്ലുമ്പോൾ 2-3 കടകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സ്ഥലം. അവിടെ വലതുവശത്തായി ഒരു അമ്പലത്തിന്റെ ആർച്ചുണ്ട്, ഭുവനേശ്വരി ക്ഷേത്രം. നമ്മുടെ കാറുകൾ ഈ വഴിയിലാണ് പാർക്ക് ചെയ്യാവുന്നത്. ഞാൻ ചെല്ലുമ്പോൾ പാർക്കിംഗ് ഫീസ് ഒന്നും വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ചെറിയ കൽപ്പടവുകൾ താണ്ടി നമ്മൾ ചെല്ലുന്നത് മനോഹരമായ ഒരു ആർച്ചാണ്. പാഞ്ചാലിമേട് നൽകി മനോഹരമായ ഒരു ആർച്ച്. അടുത്ത കാലത്തായി ടൂറിസം വകുപ്പ് ഒരുപാട് റിനോവേഷൻ ചെയ്ത മനോഹരമാക്കിയൊരു സ്ഥലം. ആ കവാടം കടന്ന് നമ്മൾ ഇടത്തോട്ട് ചെല്ലുമ്പോൾ ഇടത്തൊരു കരിങ്കലുണ്ടൊക്കെ ഉണ്ടാക്കിയ രീതിയിലുള്ള ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് ഫീസ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് അവിടെ സമയം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ക്യാമറയൊക്കെ ഉണ്ട്, ക്യാമറയ്ക്ക് വേറെ ഫീസ് കൊടുക്കണം. ടിക്കറ്റ് എടുത്ത് വിട്ട് ഞാൻ അകത്തേക്ക് കിടന്നു. അകത്ത് ഇതുപോലെ തന്നെ കല്ലുകൾ പാകിയ മനോഹരമായ വഴി. വഴിയുടെ വശങ്ങളിലായിട്ട് നല്ല പുല്ലുകളൊക്കെ നല്ല വെട്ടി നിരപ്പാക്കിയിരിക്കുന്ന സ്ഥലം. അവിടുന്ന് നടന്നു അതൊക്കെ പിന്നെയും മുമ്പോട്ട് നടന്നു. വലത് സൈഡിലായിട്ട് കൽപ്പടവുകൾ പോലെ തോന്നുന്ന മനോഹരമായി ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടുന്ന് പതുക്കെ മുകളിലോട്ട് ചെറിയ കല്ലുകളൊക്കെ ഉള്ള ചെറിയ വഴി കയറുമ്പോൾ നമ്മൾ ഉയർന്ന് ഒരു വളരെ മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ കുരിശുകൾ നാട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 14 സ്ഥലം. അതിന്റെ 14 കുരിശുകളായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇവിടെ പണ്ടിവിടെ പോയിട്ടുണ്ട്. പണ്ടിവിടെ പോകുമ്പോൾ ഇത് ഇപ്പൊ കാണുന്ന ഈ മണ്ഡപങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വലതുവശത്തായിട്ട് ഭുവനേശ്വരി ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം വളരെ മനോഹരമായിരുന്നു. കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഈ കുരിശുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിശുദ്ധവാരത്തിനോടനുബന്ധിച്ച് ആളുകൾ കുരിശുമല പോലെ തന്നെ ഈ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഞാൻ പോയ സമയം നല്ലതായിരുന്നു. ചെറിയ മുട്ടക്കുന്നുകളും പച്ചപ്പും പുൽത്തകിടികളും ചെറിയ തണുത്ത കാറ്റുമൊക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലം. ആ സ്ഥലം കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറ്റി വെച്ചുകൊണ്ട് കുറച്ച് നനുത്ത കാറ്റ് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയി മാറുന്ന ഒരു പ്രകൃതിസുന്ദരമായ ഒരു സ്ഥലം. ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്നുള്ള പേര് വരാൻ കാരണം വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് ഇവിടെയൊക്കെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇതിന് പാഞ്ചാലിമേട് എന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ അടുത്തൊരു കുളമുണ്ട്, ചെറിയ കുളം. പാഞ്ചാലി അവിടെ കുളിച്ചിരുന്നു എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത്. ഈ സ്ഥലത്ത് നിന്നാൽ ഈ ശബരിമല മകര സംക്രമ കാലഘട്ടത്തില് മകരജ്യോതി ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ശബരിമല സീസണിൽ അയ്യപ്പന്മാര് ആ സമയത്ത് ധാരാളമായി ഇവിടെ എത്താറുണ്ട്, ഈ പ്രദേശത്ത് എത്താറുണ്ട്. ഗവൺമെന്റ് ആ സമയത്ത് ഒരു ബാരിക്കേഡുകളൊക്കെ നിർമ്മിച്ച് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ കൽമണ്ഡപങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ വളരെ ശാന്തമാണ്, സുന്ദരമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചില ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ചില സജ്ജീകരണങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് റോപ്പ് വേ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചെന്നപ്പോൾ അത് തുടങ്ങിയിരുന്നില്ല. ടിക്കറ്റ് കൗണ്ടറുകളുണ്ട്, സിപ്പ് ലൈനൊക്കെ. സിപ്പ് ലൈന് 350 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരിക്കും. ഞാൻ വളരെ നേരത്തെയായിരുന്നു. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ചെന്നിരുന്നു. അതുകൊണ്ടായിരിക്കാം അതിനൊന്നും ആളുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു ദിവസം നമുക്ക് കുടുംബവുമൊത്ത് നമ്മുടെ ടെൻഷനുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത്.